ഹായ് ഫ്രണ്ട്സ്, മിയാനി കിച്ചൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്നൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 1 കിലോയോളം ചിക്കനാണ് അതിനുവേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലകളൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് പേസ്റ്റ് ആക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണുണ്ട്. 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് തന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം, ഒരു 1/2 സ്പൂണ് ഗരം മസാല, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. ഒരു 3-4 സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് നമുക്കൊരു പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ഞാനൊരു 8 സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വറുത്ത് വെച്ചാണ്. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് കുറച്ച് ഉള്ളി മാത്രം പ്ലെയിനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ 8 ഉള്ളിയാണ് വറുത്തിരിക്കുന്നത്. അതിലൊരു 3 ഉള്ളി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളൊരു 5 ഉള്ളിയോളം വറുത്തതാണിത്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഹൈദരാബാദി ബിരിയാണിക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നെയ്യ് ചേർക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോളം അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരി കഴുകി നമുക്ക് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ട് 1 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കിയത് അരി കുതിരാൻ വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആവുന്നുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്ര മതി. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കണം. ഒരു 1-2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഒരു 80% വെന്താൽ മതി. ബാക്കി നമുക്ക് ചോറിൻ്റെ കൂടെ ദമ്മിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. കൂടെ തന്നെ നമുക്ക് ചോറ് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടെ വെക്കാം അടുപ്പത്ത്. വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു സർവ്വസുഗന്ധി ഇല, 2 ചെറിയ ഏലക്കായ, ഒരു വലിയ ഏലക്കായ, ഒരു കഷ്ണം 2 ചെറിയ കഷ്ണം ജാതിപത്രി, പിന്നെ ഇത് കറുവപ്പട്ട, ഒരു 8-10 കുരുമുളക്, 5-6 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ച് വരട്ടെ. ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം.
അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരിയും ഒരു 80% മാത്രമേ വേകാൻ പാടുള്ളൂ. പിന്നെ ബാക്കി 20% നമുക്ക് ചിക്കൻ്റെ കൂടെ ദം ചെയ്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു അര നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് നാരങ്ങ നീരും ഓയിലും ഒക്കെ ഒഴിക്കുന്നത് ചോറ് അരി പശയുള്ള അരിയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. നല്ല നീളമുള്ള ബാസ്മതി റൈസായത്. ഇനി ചോറ് വെന്ത് വരട്ടെ. കൂടെ തന്നെ ഇവിടെ നമ്മുടെ ചിക്കനും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനും വെന്ത് വരുന്നുണ്ട്. നമ്മുടെ ചോറൊക്കെ ഒരു 80% വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒരു 80% വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറും കൂടി ഇട്ടിട്ട് ദം ചെയ്യാൻ വെക്കാം. ചോറും വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ചോറൊക്കെ ഇട്ടിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഓരോ ലെയർ ചോറിട്ട് കൊടുക്കാം ചിക്കൻ്റെ മുകളിലേക്ക്. ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഉള്ളിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വട്ടത്തിലിങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കളറൊക്കെ വേണമെങ്കിൽ ഫുഡ് കളർ വേണ്ടവർക്ക് ഫുഡ് കളറും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതല്ലേ, അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ലെയർ ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഉള്ളി, കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ വറുത്തത് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക്. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനൊരു പഴയ തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് ഈ തവയിൽ വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം.
നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് മൈദയൊക്കെ കുഴച്ചിട്ടൊക്കെ സീൽ ചെയ്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ മൈദ ഒന്നും കുഴച്ച് വെക്കുന്നില്ല. ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതിൻ്റെ അടപ്പിനൊരു ഹോളുണ്ടല്ലോ, അവിടെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം. ബിരിയാണിയൊക്കെ നല്ലതുപോലെ ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിത് സെർവ് ചെയ്യാവേ. സെർവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇതാ ഞാനൊരു മടുക്ക ബിരിയാണിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.